ഗൈസ്, അപ്പോൾ നിങ്ങളൊരു ആപ്പിൻ്റെ ലാപ്പ് എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മാക്ബുക്ക് M3 പ്രോൻ്റെ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിനാണ് നിങ്ങൾ ലാപ്പ് നോക്കുന്നതെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾ പ്രോ സീരീസ് എടുക്കാൻ നോക്കുക. പ്രോ സീരീസിൽ തന്നെ ഒരു 60 GB റാം വരുന്ന ലാപ്പ് ചൂസ് ചെയ്യുക. അതിൽ എടുത്താലും വർക്ക് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിയാൽ കഴിയില്ല. ഇതിൻ്റെ റാം, ഹാർഡ് ഡിസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു 60 GB റാമുള്ള ലാപ്പ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ എടുക്കുമ്പോൾ ഇപ്പം ആപ്പിളിൻ്റെ M1, M2, M3, M4 വരെ ചിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു സീരീസിലുള്ള ലാപ്പ് എടുക്കാൻ നോക്കുക. അതിന് താഴെയുള്ളത് എടുക്കാത്തതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾ ഒരു ഫോട്ടോഷോപ്പ് മാത്രം ഗ്രാഫിക് ഡിസൈനിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എയർ ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിനാണ് ലാപ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ M1, M2, M3, M4 ഏതെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് M4 എടുക്കുന്നതാണ്. M4 ബേസ് വേരിയൻറ്റിൽ തന്നെ 16 GB റാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ M3 Pro, M2 Pro, M1 Pro അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 8 GB-യിലാണ്. അതെടുത്താലും വലിയ കുഴപ്പമില്ല, നമുക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ ചെറിയൊരു ലാഗ് വരും. ആ ലാഗ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാക്സിമം 16 GB റാം സ്റ്റാർട്ട് ചെയ്യുന്ന മാക്ബുക്ക് പ്രോ എടുക്കുക. പിന്നെ മാക്ബുക്ക് പ്രോയും എയറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ പ്രോയ്ക്ക് ഒരു എക്സ്റ്റേണൽ ഫാൻ ഉണ്ടാവും. പിന്നെ അതിൻ്റെ പ്രൊസസ്സർ കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും, കുറച്ച് പവർ ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് വരുന്ന ഡിഫറൻറ്റ് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും പ്രോ സീരീസിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിനാണ് നോക്കുന്നതെന്ന് വെച്ചാൽ പ്രോ സീരീസ് എടുക്കാൻ നോക്കുക. അപ്പോൾ പിന്നെ എയറും പ്രോയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് എയർ കുറച്ച് ക്വാളിറ്റി കുറവാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു ബിൽഡ് ക്വാളിറ്റി അത്ര നല്ലതായിട്ട് ഫീൽ ചെയ്യില്ല, ഒരു ക്വാളിറ്റി കുറഞ്ഞ ഫീൽ ചെയ്യും. പക്ഷേ പ്രോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. എയർ അങ്ങനെയല്ല, കാണുമ്പോൾ തന്നെ നമുക്കൊരു ചീപ്പല്ല, ഒരു ക്വാളിറ്റി വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എയർ ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളതിൽ അത്യാവശ്യം കുറച്ച് ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോ സീരീസ് എടുത്താൽ അത്യാവശ്യം നല്ലതാണ്. പ്രോ സീരീസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോ സീരീസ് എടുക്കുന്നതാണ്. പിന്നെ വീഡിയോ എഡിറ്റിങ്ങിനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് നിങ്ങൾ പ്രോ സീരീസ് മാത്രം എടുത്താൽ മതി. എയർ എടുത്തിട്ട് കാര്യമില്ല. എയറിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് പറയുന്നത് പ്രോ സീരീസ് ആണ്. പിന്നെ നിങ്ങൾ ഓഫീസ് യൂസിനാണെങ്കിൽ എയർ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾക്ക് കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. ബിക്കോസ് അത് അത്രയ്ക്ക് നല്ല സ്ലിമ്മാണ്. ഫാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു ലാപ്പാണ് എയർ എന്ന് പറയുന്നത്. ഓഫീസ് യൂസിന് ബെസ്റ്റ് ആയിരിക്കും. പിന്നെ പ്രോ സീരീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് M1 പ്രോ ചിപ്പ് എന്നുണ്ടാവും, പ്രോ മാക്സ് ചിപ്പ് എന്നുണ്ട്. ഈ പ്രോ ചിപ്പ് എന്ന് പറയുന്നത് 8 GB ആയിരിക്കും റാം വരുന്നത്. നമ്മൾ പ്രോ ആണെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് എടുത്താൽ അത് 60 GB ആയിരിക്കില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു 8 GB-യിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 60 GB കിട്ടണമെങ്കിൽ M1 പ്രോ ചിപ്പ് അല്ലെങ്കിൽ M2 പ്രോ ചിപ്പ് എടുക്കണം. അല്ലാണ്ട് ജസ്റ്റ് പ്രോ മാത്രം M1 പ്രോ എന്ന് പറയുന്ന ലാപ്പ് എടുത്താൽ 8 GB-യിലായിരിക്കും മേ ബി ഇത് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ റാമും M1 പ്രോ ചിപ്പ് ബ്രാക്കറ്റിൽ പ്രോ ചിപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് നോക്കി സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാക്ബുക്ക് പ്രോനെ കുറിച്ചോ അല്ലെങ്കിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കും, അതിലൊന്ന് DM ചെയ്താൽ മതി.